കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡാ സിൽവയുടെ ഇന്ത്യ സന്ദർശനം. $12 ബില്യൺ വ്യാപാരം, ഗ്ലോബൽ സൗത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് വലിയ ധാരണ കിട്ടിക്കൊള്ളണമെന്നില്ല. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ചിലവുകൾ കുറയ്ക്കാനും യുവാക്കൾക്ക് കൂടുതൽ ജോലി കിട്ടാനും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കാനുമുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണിത്. രണ്ട് അയൽക്കാർ തമ്മിൽ കൈകോർക്കുന്നത് പോലെ ലോകത്തിന്റെ രണ്ട് വശങ്ങളിൽ ഇരുന്ന് ഇന്ത്യയും ബ്രസീലും ഒന്നിക്കുമ്പോൾ അത് സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാകും? നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ആത്മബന്ധമാണ്. പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ലൂലയും വെറും ഒരു ഭരണാധികാരികൾ മാത്രമല്ല, വളരെ അടുത്ത സുഹൃത്തുക്കൾ കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ലോകത്ത് നടന്ന പല പ്രശ്നങ്ങളിലും ബ്രസീൽ ആദ്യം അഭിപ്രായം ചോദിച്ചത് ഇന്ത്യയോടാണ്. ഉദാഹരണത്തിന് വെനസ്വേലയിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ലുല ഫോൺ വിളിച്ചത് വാഷിംഗ്ടണിലേക്കല്ല, മറിച്ച് നമ്മുടെ മോദിയെയാണ്. ഇതിനർത്ഥം പടിഞ്ഞാറൻ രാജ്യങ്ങളെക്കാൾ അവർ ഇന്ന് വിശ്വസിക്കുന്നത് ഭാരതത്തെയാണ്. വികസന രാജ്യങ്ങളുടെ അഥവാ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി മാറാൻ ഈ രണ്ട് വൻ ശക്തികൾ തീരുമാനിച്ചു കഴിഞ്ഞു. വൻ ശക്തികളുടെ രാഷ്ട്രീയ വടംവലികൾക്കിടയിൽ പെട്ടുപോകാതെ സ്വന്തം കാലിൽ നിൽക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. നമ്മൾ എല്ലാവരും പെട്രോൾ അടിക്കുമ്പോൾ വിലയോർത്ത് വിഷമിക്കാറുണ്ട്. ഇവിടെയാണ് ബ്രസീലിന്റെ സഹായം ഇന്ത്യക്ക് വേണ്ടത്. ബ്രസീൽ ഇന്ധന കാര്യത്തിൽ വലിയൊരു വിപ്ലവം നടത്തിയ രാജ്യമാണ്. അവർ പെട്രോളിന് പകരം കരിമ്പിൽ നിന്നും മറ്റ് കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന എഥനോളാണ് കാറുകളിലും മറ്റും ഉപയോഗിക്കുന്നത്. ഈ വിദ്യ ഇന്ത്യയിലും വ്യാപകമായാൽ രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, പെട്രോളിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാം, അതുവഴി വില നിയന്ത്രിക്കാം. രണ്ട്, നമ്മുടെ കർഷകർക്ക് അവരുടെ കൃഷി അവശിഷ്ടങ്ങൾ വിറ്റ് വലിയൊരു ലാഭം നേടാം. കരിമ്പ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇതൊരു ലോട്ടറി പോലെയാണ്. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ ചായക്കടയിൽ പോയാൽ പോലും ഫോൺ എടുത്ത് QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാറുണ്ട്. ഇന്ത്യയുടെ ഈ സാങ്കേതിക വിദ്യ ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ സന്ദർശനത്തിൽ എടുക്കുന്ന ഏറ്റവും വലിയ തീരുമാനം ഇന്ത്യയുടെ UPIയും ബ്രസീലിന്റെ ഫിക്സ് എന്ന പേയ്മെന്റ് സംവിധാനവും തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ്. ഇത് വന്നാൽ എന്താണ് ഗുണം? നാളെ നിങ്ങൾ ബ്രസീലിലേക്ക് ഒരു യാത്ര പോയാൽ അവിടെ നമ്മുടെ നാട്ടിലെ പോലെ സ്കാൻ ചെയ്ത് പണമടയ്ക്കാം. ഡോളർ മാറ്റാനായി ബാങ്കുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല. ഇത് വിദേശത്തുള്ള മലയാളികൾക്കും വ്യാപാരികൾക്കും വലിയൊരു ആശ്വാസമാകും. മറ്റൊരു പ്രധാന കാര്യം ഭക്ഷണ സുരക്ഷയാണ്. നമ്മുടെ നാട്ടിൽ പരിപ്പിനും എണ്ണയ്ക്കും വില കൂടുമ്പോൾ കുടുംബ ബഡ്ജറ്റ് താളം തെറ്റാറുണ്ട്. ബ്രസീൽ കൃഷിയിൽ വലിയൊരു വൻ ശക്തിയാണ്. ഈ കരാറിലൂടെ ഇന്ത്യക്ക് ആവശ്യമുള്ള പയർവർഗ്ഗങ്ങളും എണ്ണക്കുരുക്കുകളും കുറഞ്ഞ ചിലവിൽ അവിടെ കൃഷി ചെയ്യാനും ഇന്ത്യയിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇത് നമ്മുടെ നാട്ടിലെ വിലക്കയറ്റം തടയാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ കുറഞ്ഞ ചിലവിലുള്ള മരുന്നുകൾ ബ്രസീലിലേക്ക് കയറ്റി അയക്കുന്നതിലൂടെ നമ്മുടെ മരുന്ന് കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാകുകയും രണ്ട് രാജ്യങ്ങളിലെയും പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചിലവിൽ ചികിത്സ ഉറപ്പാക്കാനും സാധിക്കും. പ്രതിരോധ മേഖലയിലെ സഹകരണമാണ് ഈ സന്ദർശനത്തിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ്. ജോയിന്റ് ഡിഫൻസ് കമ്മിറ്റി വഴി സംയുക്ത സൈനിക അഭ്യാസങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ സംയുക്ത നിർമ്മാണവും ഗൗരവകരമായി ചർച്ച ചെയ്യപ്പെടും. സമുദ്ര സുരക്ഷയിലും മിസൈൽ സാങ്കേതിക വിദ്യയിലും പരസ്പര സഹകരണത്തിന് വലിയ സാധ്യതകളാണുള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും ബ്രസീലിന്റെ പ്രതിരോധ വ്യവസായവും തമ്മിലുള്ള ലയനം ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയാണ്. സമുദ്രാതിർത്തിയിലെ വെല്ലുവിളികൾ നേരിടുന്നതിനായി ഇൻഫർമേഷൻ ഷെയറിംഗ് കരാറുകളും ഈ വേളയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ആഗോള സാമ്പത്തിക ഭരണ സംവിധാനങ്ങളായ IMF, ലോകബാങ്ക് എന്നിവയിൽ വികസിത രാജ്യങ്ങൾക്ക് കൂടുതൽ വോട്ടിംഗ് അവകാശവും പ്രാതിനിധ്യവും വേണമെന്ന കാര്യത്തിൽ ഇരു നേതാക്കളും ഉറച്ചു നിൽക്കുകയാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ആധിപത്യത്തിന് ബദലായി ബ്രിക്സ് ബാങ്കിനെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്തുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കുകയാണ്. വികസിത രാജ്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പേരിൽ ഏർപ്പെടുത്തുന്ന ഏകപക്ഷീയമായ വ്യാപാര നിയന്ത്രണങ്ങൾക്കെതിരെ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമുയർത്താനും ഈ സഖ്യം ലക്ഷ്യമിടുന്നുണ്ട്. അന്താരാഷ്ട്ര തർക്കങ്ങളിൽ ഉപരോധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും പകരം ചർച്ചകളിലൂടെ പരിഹാരം കാണണമെന്ന ഇന്ത്യയുടെയും ബ്രസീലിന്റെയും നയം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയൊരു സമാധാന പാത തുറന്നു നൽകുകയാണ്. ലോകത്ത് രണ്ട് വലിയ ടീമുകളുണ്ട്. ഒന്ന് അമേരിക്ക നയിക്കുന്ന ടീമും മറ്റൊന്ന് ചൈന നയിക്കുന്ന ടീമും. എന്നാൽ ഇന്ത്യ പറയുന്നത് ഞങ്ങൾക്ക് ആരോടും ശത്രുതയില്ല, ഞങ്ങളുടെ കൂടെയുള്ള പാവപ്പെട്ട രാജ്യങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്. ബ്രസീലും ഇതേ ചിന്താഗതിയുള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ കടക്കിണിയിലോ അമേരിക്കയുടെ സമ്മർദ്ദത്തിലോ വീഴാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഇന്ത്യയെ ബ്രസീൽ സഹായിക്കുകയാണ്. ഇതിനെയാണ് ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദം എന്ന് വിളിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സ്വന്തമായി നിർമ്മിക്കാനും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ ബന്ധം സഹായിക്കുകയാണ്.
നമ്മുടെ നാടിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ ആയുധങ്ങളും വിമാനങ്ങളും നമ്മൾ തന്നെ നിർമ്മിക്കേണ്ടതുണ്ട്. ബ്രസീലിന് വിമാന നിർമ്മാണത്തിലും മറ്റും വലിയ പരിചയ സമ്പത്തുണ്ട്. ഇന്ത്യയുമായി ചേർന്ന് അവർ പുതിയ മിസൈലുകളും സൈനിക ഉപകരണങ്ങളും ഇവിടെ തന്നെ നിർമ്മിക്കുമ്പോൾ അത് നമ്മുടെ സൈന്യത്തിന് കരുത്തു പകരുമെന്ന് മാത്രമല്ല, ഒരുപാട് എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും ഇവിടെ ജോലി ലഭിക്കാനും കാരണമാകും. ബ്രസീൽ പ്രസിഡന്റ് ലുലാ ഡാ സിൽവയുടെ ഈ സന്ദർശനം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര നീക്കങ്ങളിൽ ഒന്നാണ്. $12 ബില്യൺ എന്നത് വെറും ഒരു തുടക്കം മാത്രമാണ്. വരും വർഷങ്ങളിൽ ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മാറ്റിമറിക്കും. ചൈനയുടെ കടക്കിണിയിലോ അമേരിക്കയുടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിലോ വീഴാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പുതിയ ലോകക്രമത്തിനാണ് ഇന്ത്യയും ബ്രസീലും ഇന്ന് അടിത്തറയിടുന്നത്. ഭാരതം ഇന്ന് വിശ്വഗുരുവായി ഉയരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം സഖ്യങ്ങൾ നമ്മുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. പ്രസിഡന്റ് ലുലാ ഡാ സിൽവയുടെ ഈ സന്ദർശനം ഇന്ത്യ ബ്രസീൽ ഉഭയകക്ഷി ബന്ധത്തിൽ കേവലം ഒരു നയതന്ത്ര സന്ദർശനത്തിനപ്പുറം ചരിത്രപരമായ ഒരു പുതിയ അധ്യായം കുറിക്കുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുമായി നടത്തുന്ന ഉന്നതതല കൂടിക്കാഴ്ചകൾ ഈ ബന്ധത്തിന്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ ആഴം വർദ്ധിപ്പിക്കുകയാണ്. AI ഇമ്പാക്ട് സമ്മിറ്റിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ സന്ദർശനം സാങ്കേതിക വിദ്യയിലും നൂതന ആശയങ്ങളിലും ഗ്ലോബൽ സൗത്തിന് നേതൃത്വം നൽകാനുള്ള ഇന്ത്യയുടെ പ്രാപ്തിയാണ് കാണിക്കുന്നത്. ഈ ചർച്ചകൾക്കെല്ലാം ഒടുവിൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള ഈ $12 ബില്യൺ വ്യാപാര കരാർ കേവലം കടലാസിലെ ഒപ്പിടലല്ല, മറിച്ച് ലോക രാഷ്ട്രീയത്തിന്റെ പുതിയൊരു ദിശമാറ്റമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ വൻ ശക്തികൾ മാത്രം തീരുമാനിച്ചിരുന്ന ലോകത്തിന്റെ പോക്ക് ഇനി നമ്മളെ പോലെയുള്ള രാജ്യങ്ങൾ കൂടി തീരുമാനിക്കുമെന്ന വലിയ പ്രഖ്യാപനമാണ് ഈ സഖ്യം. ന്യൂഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ലൂലയും കൈകോർക്കുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ കർഷകൻ പാടത്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന വിളകൾക്ക് ഇന്ധനത്തിന്റെ മൂല്യം ലഭിക്കുന്ന ഒരു കാലം, നമ്മുടെ യുവാക്കൾക്ക് പുതിയ സാങ്കേതിക വിദ്യകൾ തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഡോളറിന്റെ അമിതമായി ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം രൂപയിൽ വിദേശ വ്യാപാരം നടത്താൻ കഴിയുന്ന ഒരു സാമ്പത്തിക ഭദ്രത, ഇതെല്ലാമാണ് ഈ സഖ്യം നമുക്ക് നൽകുന്ന ഉറപ്പുകൾ. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക ആധിപത്യത്തിന് ബദലായി ഒരു ഗ്ലോബൽ സൗത്ത് ഉയർന്നു വരുന്നത് ചൈനയെയും അമേരിക്കയും പോലുള്ള ശക്തികൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ആരുടെയും പക്ഷം ചേരാതെ ലോക സമാധാനത്തിനും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ഉന്നമനത്തിനും വേണ്ടി ഇന്ത്യ നടത്തുന്ന ഇത്തരം നയതന്ത്ര നീക്കങ്ങൾ ഭാരതത്തെ ഒരു വിശ്വഗുരുവായി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിക്കും. ഇന്ന് ബ്രസീലിനൊപ്പം നാം നടത്തുന്ന ഈ യാത്ര നാളെ കൂടുതൽ രാജ്യങ്ങൾ ഏറ്റെടുക്കുമെന്നതിൽ തർക്കമില്ല. ഡിജിറ്റൽ യുഗത്തിലും ഹരിത ഊർജത്തിലും ലോകത്തിന് വഴികാട്ടാൻ ഇന്ത്യയും ബ്രസീലും നടത്തുന്ന ഈ ഒരുമിച്ചുള്ള പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ഈ പുതിയ സഖ്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സാധാരണക്കാരന്റെ ജീവിതത്തിനും ഇത് എത്രത്തോളം കരുത്തേകും? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.